ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റേഡിയോ ഹീലിംഗോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് റീഡിംഗുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ശരിക്കും പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തെക്കാട്ടി കൂടുതൽ ഒരുപാട് മുറിവുകൾ, മനസ്സിലായോ, ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ട് അവിടെ നിന്നും സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ബന്ധം ഇവിടെ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല. അവസാനിച്ചിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെ ഡെപ്തിൽ അങ്ങ് വിശ്വസിച്ചിരുന്നു, വളരെ നല്ലതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു എനർജി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ, മനസ്സിലായി. ഒരുപാട് മുറിവുകളും ഒരുപാട് വിഷമങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ടും ഇതൊരു നോർമൽ രീതിയിലുള്ള ഒരു ബ്രേക്കപ്പിന്റെ എനർജി അല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പല തവണ ഈ ഒരു പേഴ്സണെ ക്ഷമിച്ചിട്ടും ഈ ഒരു അങ്ങനെ കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പാണ്. ഇയാൾ ഒരുപാട് മിസ്റ്റേക്സ് കാണിക്കുക, അതിൽ നിങ്ങൾക്ക് പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടും ആ ഒരു പേഴ്സണിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരുവിധ ചേഞ്ചസോ കാര്യങ്ങളോ ഇല്ല. നിങ്ങളെ വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തി വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നിന്നും എനിക്കൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനിവിടെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. മേ ബി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചു, നിങ്ങളെ ആ ഒരു തരത്തിലൊക്കെ പോയാൽ പോലും ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ഡിസ്റ്റൻസ് ചെയ്ത് പോയാലും ഇവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ വീണ്ടും ബ്രേക്കപ്പ് ചെയ്ത് പോകുന്നു, വീണ്ടും വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എനർജി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, വിഷമം മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ മെൻ്റലി എല്ലാ തരത്തിലുമൊക്കെ അവർ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനോ അതല്ലെങ്കിൽ വേറൊരു ഇപ്പോൾ വീട്ടുകാർക്ക് സിംഗിളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വേറെ പ്രപ്പോസൽസ് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ചിലപ്പോൾ ഇത് ഇനി നിർത്തിയിട്ട് വേറെ ഇതിലോട്ട് പോകാം എന്നൊക്കെ, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ ഒരു പേഴ്സൺ വീണ്ടും വന്ന് നിങ്ങളുടെ ആ എനർജി ഫീൽഡിൽ കയറി നിങ്ങളെ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ സ്നേഹവും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ മൈൻഡ്, ബോഡി, സോൾ ഇതിനൊക്കെ കാംനെസ് തരുന്ന രീതിയിൽ, മനസ്സിലായി, അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ എൻറ്റയർലി മാറി നിങ്ങളുടെ സോളും മൈൻഡും ബോഡി എല്ലാത്തിനെയും കാമാക്കുന്ന തരത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മെച്യൂറായി എന്ന് പറയാം, മെച്യൂർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് അയാൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോകുമ്പോഴും ഒക്കെ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ വേ ഓഫ് എന്താ പറയുക, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു തലത്തിലോട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല.
മനസ്സിലായോ? അപ്പൊ ഒരാൾക്ക് ഒരുപാട് സമയം വേണം അതിപ്പോ മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ ഓരോ സോൾസും ഇവിടെ വന്നിരിക്കുന്ന ഓരോ കാര്യത്തിന് വേണ്ടി. അപ്പൊ ഓരോ സോളിന്റെ ലൈഫ് പേർപ്പസ് വെച്ചിട്ടാണ് ഓരോ ആൾക്കാർ ഓരോരുത്തരെയും സമീപിക്കുകയും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സോൾ വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷെ സോൾ ലെവലിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ വരുമ്പോൾ അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഈ ഒരു തരത്തിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അത് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷെ ആ സോളിന് പഠിക്കേണ്ട ലെസൺസ് അതൊന്നും പഠിക്കണം. അപ്പൊ അതിനു വേണ്ടി അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് തന്നെ ആ ഒരു പേഴ്സൺ ഒരുപാട് എന്താ പറയാ ഫ്രീ ആയിട്ട് നടക്കാനും അല്ലെങ്കിൽ അതേപോലത്തെ രീതിയിൽ അയാളെ കൺട്രോൾ ചെയ്യാനും അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം സ്നേഹക്കുറവ് കാര്യങ്ങൾ കൊണ്ടല്ല. പക്ഷെ സോൾ ഗ്രോത്തിന് വേണ്ടി ഓരോ ആൾക്കാരും ഓരോ വഴികളാണ് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു വഴിയിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ ലൈഫ് പാത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് അതിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സോള് ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ ആ ഒരു പേഴ്സന്റെ ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സോൾ ഗ്രോത്തിനും ഒക്കെ കൂടെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധം, ഈ ഒരു അതായത് ഇഷ്ടമുണ്ടായിട്ട് പോലും ഇപ്പൊ ഒരു ട്വിൻ സോൾസിന്റെ രീതിയിൽ ഇഷ്ടമുണ്ട് അവർക്ക്, പക്ഷെ ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല. ഇതിന് സാഹചര്യം സോൾ ഗ്രോത്തും ലൈഫ് പേർപ്പസും വെച്ചിട്ട്. അതുപോലെ തന്നെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് കണക്ഷൻ ആയിട്ട് വരുന്നില്ല. അത് നിങ്ങൾ തമ്മിൽ ആ ഒരു മുൻജന്മത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫ് പേർപ്പസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇഷ്ടമുണ്ട്, പക്ഷെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ ഒരു വഴിയാണിത്. ചില ആൾക്കാർക്ക് ഇതിൽ നിന്നും ഡിറ്റാച്ച്മെന്റ് പഠിക്കണം, ആരോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ലൈഫ് പേർപ്പസിലോട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ. അപ്പൊ അതിലേക്കൊക്കെ എത്താൻ വേണ്ടി ഇപ്പോഴേ നമ്മളെ മൈൻഡിനെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. നമുക്കിവിടെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരു മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യാത്തത്. മനസ്സിലായോ? അപ്പോ ഇവിടെ നമുക്ക് ശരിക്കും മാനസികമായിട്ടും ഒക്കെ അവർ ഒരുപാട് ഇനിയും വളരാനുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു പേഴ്സൺ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ അത് അവർക്ക് പ്രാക്ടിക്കലായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഹേർട്ട് ചെയ്തും അവര് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് തരത്തിലോട്ടാണ് പോകുന്നത് ഈ റിലേഷൻഷിപ്പ്. അത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റും. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് വിടുക. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ഒരിടത്തും ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി പോയിട്ടുള്ളത്. ഇവിടുത്തെ എനർജി വെച്ചിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ ലൈഫ് പേർപ്പസിലോട്ട് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അതിലേക്ക് ഗൈഡ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു സോള് മാത്രമാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് പഠിക്കുക, അറ്റാച്ച്ഡ് ആവാതിരിക്കുക, നിങ്ങളുടെ ഈഗോ ഡെത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ സോളിനെ ആ രീതിയിലോട്ട് നല്ല ഹയർ രീതിയിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്താണോ അസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നിങ്ങൾ ഒരിക്കലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ എപ്പോഴും എൻ്റെ ലൈഫിൽ എല്ലാം നെഗറ്റീവ് മാത്രമാണ് സംഭവിക്കുന്നത്, എന്തെടുത്താലും ഫ്ലോപ്പാണ്, ഒരിക്കലും ഒരു കാര്യം നടക്കുന്നില്ല, ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എനിക്ക് കരച്ചിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഹൃദയം ഇനിയും വീണ്ടും തുറക്കാൻ പറ്റുന്നില്ല, വേറെ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ വേറെ തരത്തിലോട്ട് എൻ്റെ ലൈഫ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം കൊണ്ട് വീണ്ടും ഇതേപോലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ആയാലും എന്ത് കാര്യം എടുത്താലും എല്ലാം നെഗറ്റീവാണ്, എനിക്കൊരിക്കലും നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ മുമ്പത്തെ പഴയ പാറ്റേണുകൾ, അതായത് ഒരു പാറ്റേൺ പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും എന്നൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കാർഡ്സ് വെച്ചിട്ട് പറയാൻ പറ്റും ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ പാറ്റേൺ എന്തായിരുന്നു അതിൽ നിന്നും ഇനി ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സക്സസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതിനെ നിങ്ങൾ വിശ്വസിക്കുക, അതിനെ നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഇനി പുതിയ ഒരുപാട് കാര്യം, ഇപ്പൊ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ
നിങ്ങൾക്ക് ഒരു മാരേജ് ലൈഫ് ഉടൻ തന്നെ ഉണ്ടാവാം. അതല്ല എങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ മെന്റലി ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും കുറച്ചുകൂടി ഇമോഷണലി ഒക്കെ കണക്ട് ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് ആ രീതിയിലൊക്കെ നിങ്ങൾ പോകുന്നവരുണ്ട്. അപ്പൊ അതേപോലെ പുതിയൊരു ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അതായത് നിങ്ങൾ ഇപ്പൊ ഈ നിൽക്കുന്ന ആളിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുക അതേപോലെ വേറൊരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിൽ നിന്ന് കാണിക്കുന്നത്. നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പൊ ആ ഒരു തരത്തിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ പേഴ്സൺ മാത്രമല്ല, ചിലപ്പോൾ ജോലി ആയിരിക്കാം, എന്തുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ സോളിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ വരുമെന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു രീതിയിലോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് നീങ്ങി തുടങ്ങും. മനസ്സിലായപ്പോൾ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തുന്ന മെസ്സേജുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിങ്ങളുടെ സോളിനെ ടൈ ചെയ്യാൻ പറ്റുന്ന ആളെ നിങ്ങൾ കണ്ടെത്തും. അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ നെഗറ്റീവ്സ് ആണെങ്കിൽ വളരെ സത്യസന്ധമായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അതേപോലെ പുതിയ ഫ്രണ്ട്ഷിപ്പ്, പുതിയ അങ്ങനെ ഒരുപാട് പുതിയ റിലേഷൻഷിപ്പ്, അങ്ങനെ നിങ്ങൾക്ക് സമാധാനവും എല്ലാ തരത്തിലും പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കണക്ഷൻസ് മീൻസ് അതേപോലത്തെ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റുന്നത്. പറഞ്ഞാല് ഇപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇത് ആർക്കാണോ റെസൊനേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ശരിക്കും നമുക്ക് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട്, അതായത് വേദനിച്ചപ്പോൾ അല്ലെങ്കിൽ ആ സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, കൊളീഗ്സ് ഇവരോടും ഒന്നും നിങ്ങൾ പറയാതെ മാറി, അതല്ലെങ്കിൽ അവർ അങ്ങനെ വരുന്ന, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുന്നതായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കാതെ നിങ്ങൾ ഈ ഒരു പേഴ്സണിലോട്ട് മാത്രം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ജീവിതം അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അതിലേക്ക് നോക്കുക. നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അവരോടൊക്കെ നിങ്ങൾ കൂടുതലും മിങ്കിൾ ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇനിയും ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്, അതിനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.